ഇന്ന് നമുക്ക് തേങ്ങ വറുത്ത് വെച്ചാലോ? അതിനായി ഞാനൊരു 6 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകുമ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കണം. ഇനി അഥവാ അങ്ങനെ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചമ്മന്തിപ്പൊടിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായി ഒരുപോലെ ഇരിക്കണമെല്ലാം. ഒരു ഉരുളി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ മുമ്പേ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് എങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മിലിട്ടും ചിലപ്പോൾ കുറച്ച് തീ കൂട്ടിയൊക്കെ ഇട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കും തീയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സമയമുള്ളപ്പോൾ തേങ്ങ വറുത്തെടുത്ത് സിപ്ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കാൻ നേരത്ത് വളരെ ഈസി ആയിരിക്കും. തുടരെ ഇളക്കി 10 മിനിറ്റിന് ശേഷം 10-15 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. ഇത് സൂക്ഷിച്ച് വെക്കേണ്ടതായതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യാനുസരണം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നിറം മാറി വന്നിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റുക. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ സിപ്ലോക്ക് കവറിലേക്കോ എയർടൈറ്റ് കണ്ടെയ്നറിലേക്കോ മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇത് നമ്മൾ വറുത്തരച്ച കറികൾക്കും തീയലിനും മറ്റും ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.